ഹലോ ഗൈസ്, ഇന്ന് അക്വേറിയം പാരഡൈസിൽ പോയാലോ? എനിക്കിവിടെ കൊണ്ടുവരാൻ വേണ്ടി ആ ടിക്കറ്റിൻ്റെ പൈസ മാത്രമല്ല ചിലവായത്. ഈ മുന്നേ പോകുന്ന സാധനത്തിന് ജോലിക്കടയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതിന് 2 കിങ് ഫിഷറും ഒരു 90യുടെ വോഡ്ക സോഡയാണ് എനിക്ക് ചിലവായത്. എന്നാലും വേണ്ടതല്ല, ഇവരെയൊക്കെ കൊണ്ടുവന്നത് ഇടയ്ക്കൊക്കെ ഫിഷിനെയൊക്കെ ഒന്ന് കാണിക്കണമല്ലോ. ഒരു ഇൻട്രസ്റ്റും ഇല്ലാതിരിക്കുന്ന ആൾക്കാർ, ഈ വീഡിയോ കാണുന്നവർ, ഇതുപോലെ ഒരു ബിയറും അല്ലെങ്കിൽ ഒരു വോഡ്ക സോഡയും ഒക്കെ എടുത്ത് കണ്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ അക്വേറിയത്തിനകത്തിലൊക്കെ ഇങ്ങനെ നടന്ന് ഫിഷുകളെയൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ ആ ഫോണ് പിള്ളേരുടെ കൈ കൊടുക്കുക, അവർ കണ്ടോളും. അപ്പം ഞങ്ങളെപ്പോലെ ഇതുപോലെ പ്രാന്തുള്ള ആൾക്കാർ, ഫിഷിനെയൊക്കെ ഇങ്ങനെ നമുക്ക് വീട്ടിലൊന്നും വളർത്താൻ പറ്റാത്ത ആൾക്കാർക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഫിഷുകളെയൊക്കെ കണ്ട് ടണലിനകത്തുള്ളൊക്കെ ഇങ്ങനെ നടന്ന് കാണാനൊരു ഭംഗി. അപ്പോൾ എന്താ, പോവല്ലേ? അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഇത് ബാംഗ്ലൂരിൽ ഫൺ വേൾഡിനകത്ത് തന്നെ ഉള്ള ഒരു അക്വേറിയം പാരഡൈസാണ്. ഇതെല്ലാം ഒരേ ലൊക്കാലിറ്റിയിലാണ് ഫൺ വേൾഡ്. പണ്ടൊക്കെ ഫൺ വേൾഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഫൺ വേൾഡ് ഉണ്ട്, സ്റ്റാർ സിറ്റി ഉണ്ട്, നമ്മുടെ സ്നോ സിറ്റി ഉണ്ട്. ഇപ്പോൾ ഇത് അക്വേറിയം. അപ്പം നമുക്ക് ഇത് സെയിം ലൊക്കാലിറ്റി ആയതുകൊണ്ട് ഒരു രാവിലത്തെ സമയത്ത് ഇറങ്ങി വൈകുന്നേരം കൊണ്ട് ഇത് മൊത്തം കണ്ടു കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരാം. ഇൻട്രസ്റ്റ് ഉള്ളവർ, ഇല്ലാതെ ഇടയ്ക്കിടയ്ക്ക് വണ്ടിയെ പോയി 2 അടിച്ചിട്ട് തിരിച്ച് വരുന്നവരാണെങ്കിലും ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. നമ്മളെ ഇതിങ്ങനെ കണ്ട് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് വിട്ടാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ടാങ്കുകളിലൊന്നും എനിക്ക് വീട്ടിൽ വളർത്താൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും എൻ്റെ കൊതിയും കൊണ്ടാണ് ഞാൻ കോഴിക്കാർപ്പിനെയും പ്ലക്കോസിനെയൊക്കെ ചെറിയൊരു ഫ്രിഡ്ജ് ബോക്സിനകത്തിലിട്ട് വളർത്തുന്നത്. എന്ത് ഭംഗിയല്ലേ! എനിക്ക് എൻ്റെ ഭയങ്കര ഒരു ഡ്രീമാണ്. ഞാൻ കിടക്കുന്ന ബെഡ്റൂമിന് ചുറ്റും പോണ്ടായിരിക്കണം, എന്ന് വെച്ചാൽ അതിനകത്തിലായിരിക്കണം ഞാൻ കിടക്കുന്നത്. അതെന്ത് രസമല്ലേ! ഈ സിംഗപ്പൂരിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള റെസ്റ്റോറൻറ്റ് പോലെ അതിനകത്തിരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് കഴിക്കുന്നത്. എന്നാലും നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു അക്വേറിയം ആൾക്കാർ പണിത് വെച്ചിട്ടില്ലേ? നമുക്കിതൊക്കെ പോയി ഒന്ന് കണ്ടു നോക്കാം. അല്ലാതെ പുറത്തുള്ളത് മാത്രം കണ്ടാൽ പറ്റത്തില്ലല്ലോ. നമ്മളെപ്പോലെ ഇങ്ങനെ സാധാരണക്കാരായ ആൾക്കാർക്ക് ഇവിടെയൊക്കെ പോയി സാധനങ്ങൾ കാണാൻ പറ്റൂടെ? ഈ ഫിഷുകളെയൊക്കെ കാണാനായിട്ട് എന്നെപ്പോലെ തന്നെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് എൻ്റെ മോന്. അവൻ ഒറ്റയൊരുത്തം കാരണമാണ് ഞാൻ ഇതുപോലുള്ള ഫിഷിനെയൊക്കെ കാണാൻ പോവുകയും അല്ലെങ്കിൽ സ്നോർക്കലിംഗ് അല്ലെങ്കിൽ സ്കൂബോ ഡൈവിങ്ങും സ്വിമ്മിങ്ങും ഒക്കെ പഠിച്ചതും. അങ്ങനെ ആകുമ്പം എനിക്കിവനെ കൊണ്ട് പോകാമല്ലോ. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതൊക്കെ നല്ലതാണ്. സ്കൂബോ ഡൈവിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി സ്കൂബോ ഡൈവിംഗ് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അന്നേരം എവിടെ പോകുന്നോ, ഏത് സ്ഥലത്താണോ ഉള്ളത് അവിടെയൊക്കെ പോയി ഇതെല്ലാം ചെയ്യാനായിട്ട് നോക്കണം. പൈസയൊന്നും അന്നേരം വിചാരിക്കല്ലോ, ഒരു 7,000 ഒക്കെ ആവത്തുള്ളൂ. പഠിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 25,000 ഒക്കെ ആകും. അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്കിതുപോലെ ഒരു 1 ടൈം എക്സ്പീരിയൻസിന് 1 മണിക്കൂർ ഒന്ന് സ്കൂബോ ഡൈവിംഗ് ചെയ്യാൻ പോകണതിന് ഇത്രയും കാശൊന്നും മുടക്കണമെന്ന് ഞാൻ പറയുകയില്ല. എന്നാലും പഠിച്ചാൽ നല്ലതാണ്. തന്നെയൊക്കെ സ്കൂബോ ഡൈവിങ്ങിന് പോകാം. ഫിലിപ്പീൻസിലും ശ്രീലങ്കയിലൊക്കെ പോയാലും നമുക്ക് തന്നെ സ്കൂബോ ഡൈവിങ്ങിന് പോകാം. ഒരു ബഡി പെയർ ഉണ്ടാവണമെന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ നല്ല എക്സ്പീരിയൻസുകളാണ്. നമുക്ക് ലൈഫിൽ വൺസ് ഇൻ വയൽ ഇതൊക്കെ ഇപ്പോഴൊക്കെ അല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെല്ലാം ഏജ് ലിമിറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ കാണാൻ പറ്റാത്ത കാര്യങ്ങൾ ഡയറക്റ്റ് ഇതിങ്ങളുടെയൊക്കെ കൂടെ ഇരുന്ന് നീന്താനായിട്ട് പറ്റും. ഈ സ്വർണ്ണ കളർ ഫിഷിനെ എനിക്ക് ടാങ്കിൽ വേണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇനി അതുപോലൊരു ടാങ്കിനെ ഞാൻ ഉണ്ടാക്കാൻ ഈ കുരിപ്പ് കാരണമാണ് ഞാനിവിടെ എല്ലാ ആഴ്ചയിലും ടാങ്ക് ക്ലീൻ ചെയ്തും കോഴിക്കാർപ്പിനെ നോക്കിയും ഒക്കെ നടക്കുന്നത്. അവൻ ഓരോന്നിനെ ഇതിനെയൊക്കെ വേണമെന്ന് പറഞ്ഞ് ഞാൻ അതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ എനിക്കാണ് പണി. ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കുകയില്ല. ഇതിനെയൊക്കെ പിടിക്കാനും ക്ലീൻ ചെയ്യാനും ഒന്നും വരത്തില്ല. അപ്പോൾ ഈ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക. പിള്ളേർക്ക് വേണ്ടി വാങ്ങിച്ചിട്ട് അവസാനം അത് നമ്മുടെ തലയിലിരിക്കും. എനിക്ക് പിന്നെ ഇതൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ കാരണം ആയിരിക്കണമല്ലോ ഇവനതൊക്കെ ഇഷ്ടപ്പെട്ടത്. ആർക്കറിയാം, ബ്ലഡ് ലൈൻ അതല്ലേ. എനിക്ക് മനുഷ്യരെക്കാട്ടിലും ആനിമൽസിനോടാണ് കൂടുതലായിട്ട് എനിക്ക് സെറ്റാകുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞാൻ ഈ ചിലയ്ക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മ്യൂട്ടിലിട്ട് ഒരു പാട്ട് സൈഡിലൊക്കെ വെച്ചിരുന്ന് കാണുക. റിലാക്സിങ് മ്യൂസിക്കൊക്കെ വെച്ചിതിങ്ങനെ ഫിഷിനെയൊക്കെ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന കാണാൻ ഒരു നല്ലൊരു എഫക്റ്റാണേ. ഒന്ന് കണ്ടു നോക്ക്. ഞാൻ ഓർക്കുമായിരുന്നു, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്തോരം പൈസ വേണമായിരിക്കും അല്ലേ? എന്തോരം ഹാർഡ് വർക്കായിരിക്കും ഇവിടെയുള്ള പണിക്കാരൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യണം. ഞാനതൊക്കെ ആലോചിക്കുന്നത്. ഫിഷിനെയൊക്കെ കണ്ട് എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. ഇതുപോലെ ഒരു അക്വേറിയം നമുക്ക് വീട്ടിലൊക്കെ പക്ഷേ എന്തുമാത്രം ടാങ്ക് വേണ്ടി വരും? നമുക്ക് ആവശ്യമുള്ള ഫിഷിനെയൊക്കെ, എല്ലാ ഫിഷും ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ ഇതിനെയൊക്കെ വെക്കാൻ പറ്റുമല്ലേ നമ്മുടെ വീടുകളിൽ? അപ്പം പിന്നെ കുറച്ച് കാശ് മുടക്കിയാലും കുഴപ്പമില്ല. നമുക്ക് കുറച്ച് സമയവും സ്പെൻഡ് ചെയ്യാം ഫാമിലിയായിട്ട്. നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റാത്ത ഇതുപോലത്തെ പെറ്റ്സിനെയൊക്കെ നമുക്ക് പോയി കാണുകയും ചെയ്യാം. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ സമയം ചിലവാക്കാനായിട്ട് എനിക്കിഷ്ടം ഇതുപോലെ സൂയിലോ അല്ലെങ്കിൽ നമ്മുടെ ഡോഗ് പാർക്ക്, പിന്നെ നമ്മുടെ ബേർഡ്സ് ഏവിയറിയൊക്കെ ഉള്ളിടത്തൊക്കെ പോയി നിൽക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്ക് കല്യാണത്തിനും ശവടക്കത്തിനും ഒന്നും പോകണമെന്ന് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. എനിക്ക് മനുഷ്യർ ആൾക്കാർ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിലൊന്നും എനിക്ക് പോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല. പിന്നെ നമ്മൾ ഇതുപോലെ പെറ്റ്സ് ഉള്ള സ്ഥലങ്ങളിലും പെറ്റ്സ് എവിടെ ഉണ്ടോ, പെറ്റ്സിനെയും കൊണ്ട് എവിടെയൊക്കെ പോകാമോ അവിടെ മാത്രമാണ് എൻ്റെ ഇൻട്രസ്റ്റ്.
പണ്ടൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ അമ്മച്ചിയുടെ വീട്ടിൽ പോകാനായിരുന്നു, എൻ്റെ അമ്മയുടെ വീട്ടിൽ. കാരണം അവിടെ നമ്മൾ തിരുവല്ല സൈഡിൽ എല്ലാ വീടുകളിലും ഉണ്ട് ആട്, പശു, ഗിനിക്കോഴി, ടർക്കി, എന്തോരം സാധനങ്ങൾ എൻ്റെ അമ്മച്ചിയുടെ വീട്ടിലുണ്ടായെന്ന് അറിയാമോ. ഞാൻ അവിടെ അവധിക്ക് നിന്ന് പഠിച്ചതുകൊണ്ട് എനിക്ക് ഇതുങ്ങളോടൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോയി നിൽക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതേസമയത്ത് സിറ്റിയിൽ കോട്ടയത്ത് എൻ്റെ പപ്പയുടെ വീട്ടിൽ ഒരു പട്ടി, അതും ഞാൻ വഴക്കുണ്ടാക്കി വാങ്ങിച്ച ഒരു പട്ടിയുണ്ട്. അല്ലാണ്ട് മനുഷ്യരല്ലാണ്ട് വേറെ ഒരു സംഭവങ്ങളും ഈ കോട്ടയത്തില്ല. അപ്പം എനിക്ക് കൊച്ചിലെ മുതലേ ഞാൻ ആദ്യമേ ഇവർ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകണമെന്ന് പറയുമ്പോഴേ ഓർക്കുന്നത് അവിടെ പട്ടിയുണ്ടോ അല്ലെങ്കിൽ പൂച്ചയുണ്ടോ, എന്തിനേലും കിട്ടിയാൽ മതി. എനിക്ക് ആൾക്കാർ വേണമെന്നൊന്നുമില്ല. എനിക്ക് എന്തിനെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കാനായിട്ട് എനിക്കൊരു സംഭവം മതി, ഒരു പെറ്റ് മതി. എനിക്ക് അല്ലെ തന്നെ അങ്ങനെയാണ്. എനിക്ക് പെറ്റ്സിൻ്റെ അടുത്ത് എനിക്ക് ഏത് പെറ്റെന്നോ ഒന്നുമില്ല. ഏത് വഴി കാണുന്ന ഏത് പട്ടിയാണേലും പൂച്ചയാണേലും എനിക്ക് ഒരു കോൺവെർസേഷൻ തുടങ്ങാനായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണമെന്നില്ല. എങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അതിന് പകരം ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ കൂടെ എനിക്കൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ മുതൽ എനിക്ക് റെസ്റ്റ്ലെസ് ആകാൻ തുടങ്ങും. ഞാൻ എന്ത് സംസാരിക്കണമെന്ന് അറിയത്തില്ല. ഇവരോട് എന്തൊക്കെ പറയണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ബിഹേവ് ചെയ്യണം, എനിക്ക് ആൾക്കാരുടെ അടുത്തിൽ എങ്ങനെയൊക്കെ നിൽക്കണമെന്നോ ഇതൊന്നും എനിക്കറിയത്തില്ല. കാരണം നമ്മൾ ഒറ്റയായിട്ട് വളർന്ന് മോളായിട്ട് വളർന്ന് ഫ്രണ്ട്സും ഇല്ല, ആരും ഇല്ലാതൊക്കെ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്ത് എന്ത് സംഭവം ഉണ്ടെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ട് ഈ ഗ്രൂപ്പായിട്ട് ഉള്ള ഒരു സംഭവങ്ങളും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് അതിനെക്കാട്ടിലും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് എനിക്ക് പെറ്റ്സിൻ്റെ ആയിട്ടാണെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് എനിക്ക് ബിഹേവ് ചെയ്യാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ ഞാനായിട്ട് എനിക്കിരിക്കാൻ പറ്റുന്നത് എൻ്റെ ഈ മൃഗങ്ങളുടെ കൂടാണ്. ഈ സ്റ്റിംഗ് റേ ഫിഷും ഞാനുമായിട്ട് ഭയങ്കര ഒരു കണക്ഷനുണ്ട്. എന്താണെന്ന് ഞാൻ പറയാം. പണ്ട് ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര ഫാനായിരുന്നു, ഡൈ ഹാർഡ് ഫാനായിരുന്നു നമ്മുടെ സ്റ്റീവ് ഇർവിനെ. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഈ നാശം കാരണമല്ലേ അത് പുള്ളി മരിച്ചു പോയത്. ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഓസ്ട്രേലിയയിൽ പോയി സുവോളജി പാർക്കിൽ എനിക്ക് ഫോട്ടോഗ്രാഫിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പണി ചെയ്താൽ മതി എന്നുള്ളതായിരുന്നു. ഞാനവിടെ ചപ്പ് വാരിയാണേലും നിന്നോളാമെന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ പിന്നെ ഇതൊന്നും നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ നഴ്സിങ്ങിന് ചേർന്നു. അങ്ങനെയെങ്കിലും ഓസ്ട്രേലിയയിലോ ഒക്കെ നഴ്സിംഗ് ത്രൂ ആയിട്ടെങ്കിലും പോയി അവിടെ പോയി കാണാനെങ്കിലും പറ്റുമല്ലോ എന്ന് വിചാരിച്ചു. അന്നേരമാണ് ഈ നാശം പിടിച്ച തെരണ്ടി ആ മനുഷ്യനെ കുത്തിക്കൊന്നത്. പിന്നെ പണ്ടാരം അടങ്ങാൻ നഴ്സിംഗ് എങ്ങനെയെങ്കിലും പഠിച്ചു തീർക്കണമല്ലോ. ഈ നാശത്തിന് ഇത്രയും കഷ്ടപ്പാടുണ്ടെന്ന് ഞാൻ ഓർത്തില്ല. ഞാൻ ഓർത്തു നഴ്സിംഗ് അല്ലേ, ചുമ്മാ എന്തെങ്കിലുമൊക്കെ വായിച്ചും പഠിച്ചൊക്കെ അങ്ങ് പോയി പെട്ടെന്ന് പരീക്ഷയൊക്കെ എഴുതി നമ്മളങ്ങ് നഴ്സായി ഓസ്ട്രേലിയക്ക് ഇപ്പോൾ അങ്ങ് പോകുമെന്നാണ് വിചാരിച്ചത്. ഒന്നും നടന്നില്ല. 4 വർഷം ചിരക്കേണ്ടി വന്നു. അതും കഴിഞ്ഞ് പിന്നെയും എക്സ്പീരിയൻസിന് വേണ്ടി പിന്നെയും ഇവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഒരു തരത്തിലാണ് എക്സാമൊക്കെ പാസ്സായി നമ്മൾ പുറത്തു പോയത്. അപ്പോൾ പിന്നെ നമ്മൾ ഓസ്ട്രേലിയക്ക് പോയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. എന്നാൽ പിന്നെ അയർലൻഡ് പണ്ടാരം അടങ്ങാൻ പിന്നെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. ഇവിടെ മെർമെയ്ഡ് ഷോ ഉണ്ട്. നമ്മളതൊന്നും കാണാൻ വേണ്ടി നിന്നില്ല. കാരണം അത് സാറ്റർഡേ സൺഡേസിലാണ് മെയിൻലി ഉള്ളത്. വീക്ക് ഡേയ്സിൽ അത്രയ്ക്ക് ആൾക്കാരൊന്നും വരാത്തതുകൊണ്ട് അവർ ആ ഷോസ് ആ ഒരു വീക്ക് ഡേയ്സിലില്ല. സാറ്റർഡേ സൺഡേയിലാണ് മെയിനിൽ. അപ്പം അതൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ സെപ്പറേറ്റ് ടിക്കറ്റിൻ്റെ പ്രൈസൊക്കെ കൊടുത്ത് നമ്മൾ അത് ഷോ കാണാൻ വേണ്ടി കയറണം. അപ്പം നമുക്ക് ഇതുപോലെ മെർമെയ്ഡ്സിനെ കാണാനായിട്ട് പോകാൻ പറ്റും. ഒരു സ്നോർക്ലിംഗ് ഗോഗിൾസ് ഒക്കെ ഇട്ട് ഇതിൻ്റെ കൂടൊക്കെ സ്വിം ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരിക്കും അല്ലേ. ഇതേ എക്സ്പീരിയൻസ് ആണ് നമ്മൾ സ്കൂബ ഡൈവിങ്ങിന് പോകുന്ന ഉടനെ. നമുക്ക് ഈ ഫിഷിൻ്റെ ഒക്കെ കൂടെ നമുക്ക് ഇങ്ങനെ സ്വിം ചെയ്ത് ഇങ്ങനെ നടക്കാം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം. അങ്ങനെയാണ് നമുക്ക് ആ സ്നോർക്ലിങ്ങിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യണം. എന്നാലേ അതിൻ്റെ നമുക്ക് ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ. ചുമ്മാ വീട്ടിൽ ചൊറയും കുത്തി ഇരിക്കുമ്പം ഇതൊക്കെയല്ലേ ഒരു ടൈം പാസ്. വീട്ടിലിരുന്ന് ഏത് നേരവും പണിയൊക്കെ ആയിട്ടിരിക്കുമ്പം നമുക്കിതുപോലൊരു സ്ഥലത്തൊക്കെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ലതല്ലേ. പ്രോൺസിനെയും ഷ്രിമ്പിനെയൊക്കെ കണ്ട് ഒരുത്തനെ ഇവിടെ വെള്ളം ഇറക്കി നിൽപ്പുണ്ട്. അതിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോകാനുള്ള പ്ലാനിലാണ് അവന്. ആ സമയത്ത് ഇതൊക്കെ കണ്ട ഇതിൻ്റെ ആംബിയൻസൊക്കെ നല്ല ഇതായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ. ഒരാൾ അപ്പോഴത്തേക്ക് തന്നെ എൻട്രൻസിൻ്റെ അവിടെ വായി നോക്കി നിൽപ്പായി. പുള്ളി അവിടെ സ്റ്റോപ്പായി. പുള്ളിക്ക് ഇനിയും തീർന്നു പുള്ളിയുടെ കപ്പാസിറ്റി. പുള്ളിയെ കൊണ്ട് ഇനി തിരിച്ചു പോകണം. ഇനി ഞാൻ വണ്ടി ഓടിക്കാമല്ലെന്നും പറഞ്ഞുകൊണ്ട് നിൽപ്പുണ്ട് അവിടെ. പുള്ളിയെ കുറ്റപ്പെടുത്താൻ പറ്റുകയില്ല. കാരണം എന്താണെന്നറിയാമോ, എൻ്റെ വീട്ടിൽ ഫുൾ ടൈം TV ഓണായിട്ട് 24 hours അതിനകത്തിൽ നാഷണൽ ജോഗ്രഫിക് ചാനലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കലാണ് എൻ്റെ പരിപാടി. അത് ഫുൾ ടൈം ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ പുള്ളി ഇതൊക്കെ കണ്ട് പുള്ളിക്ക് മടുത്തിരിക്കുവാണ്.
എനിക്ക് തോന്നുന്ന പുള്ളി വെറുതെ പറയുന്നതാണ്. പുള്ളി ഇതൊക്കെ സീക്രറ്റ്ലി എൻജോയ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് പറയുന്നുണ്ട് നമുക്കിതുപോലൊരു അക്വേറിയം വേണം, നമ്മൾ ബെഡ്റൂമിൽ ഇങ്ങനെ ഹെഡ് സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു അക്വേറിയം വേണം എന്നൊക്കെ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല അല്ലേ, ഇങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോഴല്ലേ ഇതുപോലുള്ള ഇൻട്രസ്റ്റ് ഒക്കെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.